ഇടം, സ്പേസ്, മനസ്സിന്റെ ശാന്തി. ഇന്ന് മനസ്സിന്റെ ഇടം തേടിയുള്ള യാത്രയ്ക്കായി ഒന്നൊരുങ്ങിയാലോ? ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഇടം മനസ്സിന്റെ ഇടമാണ്. ഈ ക്രിസ്മസ് കാലയളവിൽ ഈ ഒരു ചിന്ത നമുക്ക് പ്രചോദനമാകട്ടെ. ഒരിടം തേടിയുള്ള യാത്രയായിരുന്നു ജോസഫും മേരിയും. അവർക്ക് ലഭിച്ച ഇടം കാലിത്തൊഴുത്തായിരുന്നു. സത്രമായിരുന്നു ലക്ഷ്യം, എന്നാൽ ലഭിച്ചതോ കാലിത്തൊഴുത്തു. അതൊരു സ്വപ്നം പൂവണിയുന്ന, പ്രതീക്ഷകളുടെ പ്രകാശം പരക്കുന്ന, ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്യുന്ന ഒരിടമായി മാറിയെന്നതാണ് സത്യം. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഇടം മനസ്സിന്റെ ഇടമാണ്. ശാന്തമായ ഒരിടം കിട്ടുമ്പോൾ നാം വ്യക്തമായി ചിന്തിക്കുന്നു, സമാധാനത്തോടെ തീരുമാനിക്കുന്നു. ഒരു പഴമൊഴി പറയുന്നു, മനസ്സിന് ശാന്തി കിട്ടുന്നിടത്തു തന്നെയാണ് ദൈവം വസിക്കുന്നത്. ഒരു കഥയുണ്ട്. ഒരു വിദ്യാർത്ഥി ഗുരുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഗുരു എപ്പോഴും ശാന്തനായിരിക്കുന്നത്? ഗുരു ഒരു ഗ്ലാസ് വെള്ളവും ഒരു പിടി മണലും നൽകി. മണൽ വെള്ളത്തിലിട്ട് കുലുക്കൂ എന്നവനോട് പറഞ്ഞു. വെള്ളമാകെ കലങ്ങിപ്പോയി. ശേഷം ഒരു വലിയ ചരുവത്തിൽ അതേ വെള്ളം എടുത്തൊഴിച്ചു. വെള്ളം തെളിഞ്ഞു വരുന്നതായി കണ്ടു. ഗുരു അവനോട് പറഞ്ഞു, നിന്റെ മനസ്സിന് ഇടം കൊടുത്താൽ ആശയും ആകുലതയും അനായാസം ഇല്ലാതാകുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എവരിഡേ ലൈഫിൽ കുറച്ചു നിമിഷമെങ്കിലും മനസ്സിന് ഒരിടം സൃഷ്ടിക്കുക. അത് നമ്മെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റും. മനസ്സിന് ഒരിടം സൃഷ്ടിക്കുക, അത് നമ്മെ കുറെ കൂടി മെച്ചപ്പെട്ട മനുഷ്യരാക്കി മാറ്റും. സ്വപ്നങ്ങൾക്ക് നാം ഇടം കൊടുക്കാറുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ സ്വപ്ന ഇടത്തിൽ നിന്നും പിറന്നതാണ്. അപ്പ ജോൺസിന്റെ കഥയുണ്ട്. ചെറിയ വീട്ടിൽ പഠിക്കാനിടമില്ലാത്ത ഒരു കുട്ടി പള്ളിയുടെ പടിക്കലിരുന്നാണ് അവൻ പഠിച്ചത്. ഒരിക്കൽ അവന്റെ സുഹൃത്ത് അവനോട് ചോദിച്ചു, പഠിക്കാൻ ഇവിടം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, സ്വപ്നങ്ങൾക്ക് ഒരിടം വേണം. ഇവിടെ ഇരുന്ന് ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് പഠിക്കുവാനുള്ള ഒരിടം മാത്രമല്ല, വിശ്വസിക്കാനുള്ള ഒരിടം കൂടിയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് അവൻ എഞ്ചിനീയറായി. അതേ പള്ളി അവൻ പുതുക്കി പണിതു. അതിന് വലിയൊരു സംഭാവനയും അവൻ കൊടുത്തു. അതെ, ഡ്രീംസ് നീഡ് സ്പേസ്, സ്പേസ് നീഡ്സ് കറേജ്. നമ്മുടെ സ്വപ്നങ്ങൾ മൂടിവെക്കപ്പെടാനുള്ളതല്ല, അതൊരിക്കലും അടച്ചു വെക്കരുത്. ചെറിയൊരിടം പോലും മതിയാകും ഭാവിയുടെ വാതിൽ തുറക്കുവാൻ. പരിശുദ്ധ മാതാവ് സ്വപ്നത്തിന് ഇടം നൽകിയപ്പോൾ, വിശുദ്ധ ഔസേപ്പിതാവ് സ്വപ്നത്തിന് ഇടം നൽകിയപ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ദൈവപുത്രന് ജന്മം നൽകുവാൻ അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്കും സ്വപ്നത്തിന് ഇടം നൽകുന്നവരാകാം. സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളാകാതെ പുതിയ പിറവിയുടെ ഇടമാകട്ടെ. മറ്റുള്ളവർക്കൊപ്പം ജീവിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഇടം മറ്റുള്ളവർക്കായി വിട്ടുകൊടുക്കുന്ന ഇടമാണ്. ഒരു ചെറു കഥയുണ്ട്. ഒരു ട്രെയിനിൽ 2 സഹോദരങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. അവർ ഇരിക്കുന്ന സീറ്റിന് തൊട്ടരികിലായി പ്രായമായ ഒരു മനുഷ്യൻ അവിടെ വന്നു നിന്നു. ഇരിക്കുവാൻ സീറ്റില്ലാതെ നിൽക്കുന്നത് കണ്ട് ഇളയവൻ എഴുന്നേറ്റ് കൊടുത്തു. ആ പ്രായമായ മനുഷ്യൻ ആ സീറ്റിലിരുന്നു കൊണ്ട് 2 മക്കൾക്കും നന്ദി പറഞ്ഞു. അപ്പോൾ മൂത്തയാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് അമ്മയില്ല, എന്നാൽ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഏതെങ്കിലും പൊതുസ്ഥലത്തായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ചുരുക്കൂ, അപ്പോൾ മറ്റൊരാളിന് സ്ഥലം കിട്ടുമെന്ന്. ഇതു കേട്ട മാത്രയിൽ ആ പ്രായമായ മനുഷ്യൻ മറുപടി പറഞ്ഞു, നിങ്ങൾ എനിക്കിരിക്കാൻ ഒരു ഇരിപ്പിടം മാത്രമല്ല തന്നത്, മറിച്ച് എൻ്റെ വ്യക്തിത്വത്തിന്, ഞാനെന്ന മനുഷ്യനാണ് നിങ്ങൾ ഇടം തന്നത്. ഇന്നു മുതൽ മരണം വരെ എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരിടമുണ്ടാവും. നമ്മുടെയൊക്കെ മനസ്സിലും വീട്ടിലും ജോലിസ്ഥലത്തും നാം ആയിരിക്കുന്നത് എവിടെയായിരുന്നാലും ഒരിടം കൊടുത്താൽ ബന്ധങ്ങൾ പൂവണിയുന്നു. ചെറുതെന്ന് കരുതുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന കാലിത്തൊഴുത്ത് ദൈവപുത്രന് പിറക്കാനിടമായപ്പോൾ ലോകം മുഴുവനും, ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ഉറ്റുനോക്കുന്ന, ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടമായി അത് മാറി. അത് പുൽക്കൂടായി മാറി. കാലിത്തൊഴുത്തിൽ നിന്ന് പുൽക്കൂട്ടിലേക്കുള്ള ഒരു വളർച്ച. നാം ചിന്തിക്കുന്നത് ഇടത്തെക്കുറിച്ചാണ്. ഇടം, സ്പേസ്. ജീവിതം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഇടം. ജീവിതം നമ്മോട് ചോദിക്കുന്നു, നീ എന്തിന് ഇടം കൊടുക്കുന്നുവോ അതാണ് നിന്റെ ജീവിതം വരച്ചു കാണിക്കുന്നത്. ഒരു ക്ലാസ്സിൽ ടീച്ചർ വിദ്യാർത്ഥികളോടായി പറഞ്ഞു, നിങ്ങളുടെ ബാഗിൽ 10 സാധനങ്ങൾക്കാണ് ഇടമുള്ളത്. നിങ്ങൾ 20 വസ്തുക്കൾ കൊണ്ടുവന്നാൽ ബാഗ് കീറിപ്പോകും. ജീവിതവും അതുപോലെയാണ്. പക, കോപം, അസൂയ, കുശുമ്പ്, വെറുപ്പ്, അഹങ്കാരം എന്നിങ്ങനെയുള്ള മനുഷ്യനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾക്ക് ജീവിതത്തിൽ നാം ഇടം കൊടുക്കുമ്പോൾ നല്ലതിന് ഇടമില്ലാതാകും. സ്പേസ് ഈസ് നോട്ട് എംപ്റ്റിനെസ്, ഇറ്റ് ഈസ് എ റൂം ഫോർ ഗ്രോത്ത്. നല്ലതിന് ഇടം കൊടുക്കുന്നവരാകാം, നന്മ വളർത്തുന്നവരാകാം. നമ്മുടെ ജീവിതത്തിൽ മനസ്സിന് ഇടം, മറ്റുള്ളവർക്കിടം, സ്വപ്നങ്ങൾക്കിടം, ദൈവത്തിനിടം ഉണ്ടാകുമ്പോൾ ജീവിതം സമ്പൂർണ്ണമാകുന്നു. ഇടം നൽകുന്നിടത്ത് അനുഗ്രഹങ്ങൾ പിറക്കും. സത്രത്തിന് ഒരു കല്ലേറ് ദൂരം കാലിത്തൊഴുത്തിന്റെ കോണിൽ ഇടം അനുഗ്രഹമായി മാറിയെങ്കിൽ ഒട്ടും അതിശയിക്കേണ്ട കാര്യമില്ല. ഇതാണ് സമയം, ഇതാണ് ദിവസം. മനസ്സിൽ, സ്വപ്നത്തിൽ
ജീവിതത്തിൽ ഇടം കൊടുക്കുന്നവരാകാം. ഇടങ്ങൾ അനുഗ്രഹങ്ങളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസയോടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.